ഓക്കെ, അപ്പൊ നമ്മൾ ഹോമിയോപ്പതി ഫിലോസഫിയുടെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കവറി ഹോമിയോപ്പതിയും അതുപോലത്തെ ഈ ക്ലാസ് തുടങ്ങാൻ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യുന്നില്ല, ഇത് 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചു നോക്കാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാനായിട്ടാണ്. പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കാർഡിനൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു, തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് പഠിച്ചു അല്ലെ. തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് ഹാനിമാൻ ഏത് എഡിഷൻ ഓഫ് ഓർഗൻ ഓഫ് മെഡിസിനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? Fifth edition of Okay, fifth. Very good. Okay, year 1833. Okay. ഇനി അടുത്തത് ഹാനിമാന്റെ പ്ലേസ് ഓഫ് ഡെത്ത് എവിടെയായിരുന്നു? പാരീസ്. പാരീസ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, അപ്പോ സെക്കൻഡ് ക്ലാസ് ഇന്ന് നമ്മൾ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പൊ ചേഞ്ച് ആയോ സ്ലൈഡ്? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് വൈറ്റൽ ഫോഴ്സ് ഓർ വൈറ്റൽ പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഹെൽത്ത്, ഡിസീസ് ആൻഡ് ക്യൂർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് പഠിച്ചു അല്ലെ. 5th എഡിഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പഠിച്ചു. അപ്പൊ വൈറ്റൽ ഫോഴ്സ് എന്താന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താ പറയാ, ഈ എല്ലാ ഓർഗൻസും ഒരു കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ഒരു ശക്തി കാരണമാണ്. അതാണ് നമ്മുടെ ഹോമിയോപ്പതി കൺസെപ്റ്റ്, അതാണ് വൈറ്റൽ ഫോഴ്സ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് ഫോഴ്സുകൾ ഉണ്ട് അല്ലേ. അപ്പൊ അതായിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയ കാരണം ഹാനിമാൻ എന്ത് ചെയ്തു, 6th എഡിഷനിൽ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ടേം മാറ്റി വൈറ്റൽ പ്രിൻസിപ്പിൾ എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് ആ ഫോഴ്സറ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വൈറ്റൽ ഫോഴ്സ് ഓർ വൈറ്റൽ പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഹെൽത്ത്, ഡിസീസ് ആൻഡ് ക്യൂർ. അപ്പൊ ഇത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5th എഡിഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പറഞ്ഞല്ലേ. അപ്പൊ 5th എഡിഷനില് അഫോഴ്സൻ നമ്പർ 9ലാണ് നമ്മൾ വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫോഴ്സത്തിലായിട്ട് വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് ആൻഡ് ക്യൂർ 10ഉം 11ഉം. ഓക്കെ, അപ്പൊ വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത് അഫോഴ്സൻ നമ്പർ 9. വൈറ്റൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാല്, അത് മാത്രമായിട്ട് ചോദിച്ചാല് അഫോഴ്സം 9 ആണ്. ഓക്കെ, അപ്പൊ 9ൽ പറയുന്നത് വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്ത് ആണ്, 10നും 11ലാണ് വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് ആൻഡ് ക്യൂർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത് ആ അഫോഴ്സ് ആണ്, അതങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇൻ ദ ഹെൽത്തി കണ്ടീഷൻ ഓഫ് മാൻ, the spiritual vital force or autocracy, the dynamics that animates the material body or organism, rules with unbounded sway and retains all the parts of the organism in admirable, harmonious, vital operation as regards both sensations and functions, so that our indwelling, reason-gifted mind can freely employ this living healthy instrument for the higher purpose of our existence. ഇതാണ് ആ 9th അഫോറിസം ഓർഗൻ ഓഫ് മെഡിസിൻ 5th എഡിഷനിലെ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ 9th അഫോറിസം. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങളോട് ജസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞാല്, എന്താണ് ക്വാളിറ്റീസ് ഓഫ് വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറ്റൽ ഫോഴ്സ്? ഈ അഫോറിസത്തിൽ നിന്നും ഞാൻ എടുത്ത് എഴുതിയതാണ് ക്വാളിറ്റീസ് ഓഫ് വൈറ്റൽ ഫോഴ്സ്. ഇതിൽ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും, ഈ ടേംസ് ആണ് ഹാനിമാൻ വൈറ്റൽ ഫോഴ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കും, ക്വാളിറ്റീസ് ഓഫ് വൈറ്റൽ ഫോഴ്സ് അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറ്റൽ ഫോഴ്സ് അല്ലാത്ത ഏതെന്ന്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോക്രാറ്റിക്. ഓക്കെ, ഓട്ടോക്രാറ്റിക്. പിന്നെ അടുത്തത് ഓട്ടോമാറ്റിക്. ഓക്കെ, പിന്നെ അടുത്തത് സ്പിരിറ്റ് ലൈക്ക് ഫോഴ്സ്, പിന്നെ അൺഇന്റലിജന്റ്, ഡൈനാമിക്, ഇൻസ്റ്റിങ്റ്റീവ്, ലൈഫ് പ്രിസർവിംഗ് പവർ. അപ്പൊ ഇതൊക്കെയാണ് ഹാനിമാൻ വൈറ്റൽ ഫോഴ്സിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ ഉപയോഗിച്ച വാക്കുകൾ. ഓക്കെ, ഓട്ടോക്രാറ്റിക്, ഓട്ടോനോമിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്, സ്പിരിറ്റ് ലൈക്ക് ഫോഴ്സ്, അൺഇന്റലിജന്റ്, ഡൈനാമിക്, ഇൻസ്റ്റിങ്റ്റീവ്, ലൈഫ് പ്രിസർവിംഗ് പവർ. ഓക്കെ,
അപ്പോൾ അഫോഴ്സൺ 9-ലാണ് വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് 5th എഡിഷനിൽ തന്നെ 10th അഫോഴ്സത്തില് 10th-ലും 9th-ലാണ് വൈറ്റൽ ഫോഴ്സ് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ പറഞ്ഞു നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ആണ് എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് വൈറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി വൈറ്റൽ ഫോഴ്സിന് അതായത് എങ്ങനെയാണ് നമുക്ക് അസുഖം വന്നു എന്നറിയുന്നത്. ഓക്കെ, അപ്പോൾ 10th അഫോഴ്സത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വൈറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ജീവനോട് കൂടി ഇരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നതും. ഈ വൈറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താ, ഇതൊന്നും ഉണ്ടാവില്ല, ഡെഡ് ആയി പോകും. അത്രേ പറയുന്നുള്ളൂ 10th അഫോഴ്സത്തില്. ഞാൻ വായിക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും. The material organism without the vital force is capable of no sensation, no function, no self-preservation. It derives all sensation and performs all the functions of life solely by means of immaterial being, that is vital force, which animates the material organism in health and disease. അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്താ ആരോഗ്യവാനായിട്ട് ഇരിക്കുമ്പോൾ എന്താ വൈറ്റൽ ഫോഴ്സിന് യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് അസുഖം ഉണ്ട് എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും, വൈറ്റൽ ഫോഴ്സിന് പല പല കാരണങ്ങൾ കൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലെ. അങ്ങനെ വൈറ്റൽ ഫോഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ചുമ, പനി അങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നത്, പുറത്തേക്ക് കാണിക്കുന്നത് സിംറ്റംസ് ആയിട്ട്. അപ്പൊ വൈറ്റൽ ഫോഴ്സിന് പ്രശ്നം ഉണ്ട് എന്ന് അറിയുന്നത് നമ്മൾ പുറമേക്ക് അറിയുന്നത് എങ്ങനെയാ, ഇതുപോലെ ചുമയും പനിയൊക്കെ വരുമ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വൈറ്റൽ ഫോഴ്സിനെ തിരിച്ച് രോഗാവസ്ഥയിൽ നിന്നും ആരോഗ്യാവസ്ഥയിലേക്ക്, അതായത് ഹെൽത്തി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോമിയോപ്പത്തിക് മെഡിസിൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഹെൽത്തിലാവുമ്പോഴും ഡിസീസിലാവുമ്പോഴും എന്തുണ്ട്, നമ്മുടെ ഉള്ളിൽ വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. ഈ വൈറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താ, ഇതൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആരോഗ്യവനായിട്ടിരിക്കില്ല, നമുക്ക് അസുഖം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ വൈറ്റൽ ഫോഴ്സ് ഇൻ ഡെത്ത് ആണ് ആക്ച്വലി 10th അഫോഴ്സത്തിൽ പറയുന്നത്. ഓക്കെ, വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് ആൻഡ് ക്യൂർ അതാണ് 11th അഫോഴ്സത്തിൽ പറയുന്നത്. അതായത് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരാൾക്ക് അസുഖമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് വൈറ്റൽ ഫോഴ്സിന് ഡിറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അസുഖമാണെന്ന് അറിയും, ഈ പറഞ്ഞ പോലെ സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മെഡിസിൻസ് കൊടുക്കണം. അപ്പൊ നമുക്ക് വൈറ്റൽ ഫോഴ്സിന് എന്താ പറയാ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് ഹെൽത്തി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുറമേക്ക് നമുക്ക് ഈ പനിയും ചുമയൊക്കെ വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ പനിയാകുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ചുമയാകുമ്പോൾ ചുമയുടേതായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ സിംറ്റംസ് നമ്മൾ കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണേ, നമ്മളെ വൈറ്റൽ ഫോഴ്സ് ഹെൽത്തി അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലുള്ള സിംറ്റംസ് വഴി മാത്രമേ നമുക്ക് ഡോക്ടർക്ക് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാകുള്ളൂ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ഹെൽത്തി അല്ലെന്ന്. അപ്പൊ നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ അഫോഴ്സ് ഒന്നും വായിക്കണ്ട, ഇത് 11th അഫോഴ്സ് ആണ് 5th എഡിഷനിൽ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൊടുത്തേ ഉള്ളൂ. ലോങ് അഫോഴ്സ് ആണ്, അത് പഠിച്ചു വെക്കൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അഫോഴ്സ് നമ്പർ 9 നമ്മൾ വൈറ്റൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്തിനെ കുറിച്ച് പറയുന്നു. ക്വാളിറ്റീസ് ഓഫ് വൈറ്റൽ ഫോഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ അഫോഴ്സ് നമ്പർ 10 പറയുന്നത് വൈറ്റൽ ഫോഴ്സ് ഇൻ ഡെത്ത് ആണ്. അതായത് വൈറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, എന്താ പറയാ വൈറ്റൽ ഫോഴ്സ് കാരണമാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. വൈറ്റൽ ഫോഴ്സിന് ഡിസീസ് സ്റ്റേറ്റില് എന്താ പറയാ വൈറ്റൽ ഫോഴ്സിന് ഇത് നമ്മൾ അറിയുന്നത് സിംറ്റംസ് വഴിയാണ്. അപ്പൊ നമ്മൾ മെഡിസിൻസ് കൊടുത്ത് ഹെൽത്തി സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അഫോഴ്സ് നമ്പർ 11 വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് ആൻഡ് ക്യൂർ പറയുന്നത്. ഓക്കെ, അപ്പോൾ 9, 10, 11 അഫോഴ്സത്തിലാണ് പറയുന്നത്. വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്ത്, വൈറ്റൽ ഫോഴ്സ് ഇൻ ഡെത്ത്, വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് ആൻഡ് ക്യൂർ. ഓക്കെ, ഇത്രയൊക്കെ എക്സാമിന് ചോദിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്തത് സിംറ്റമറ്റോളജി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സിംറ്റംസ് വഴിയാണ് നമ്മൾ എന്താ അറിയുന്നത്, വൈറ്റൽ ഫോഴ്സ് ഹെൽത്തി അല്ല എന്നറിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിംറ്റമറ്റോളജി എന്താന്ന് പഠിക്കണം. എന്താണ് സിംറ്റംസ്? പല ടൈപ്പ് ഓഫ് സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ ഒരുപാടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസിഫിക്കേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. പിന്നെ കംപ്ലീറ്റ് സിംറ്റം, സബ്ജക്റ്റീവ് സിംറ്റം, ഒബ്ജക്റ്റീവ് സിംറ്റം, ക്യാരക്ടറിസ്റ്റിക് സിംറ്റം, കോമൺ ആൻഡ് അൺകോമൺ സിംറ്റം, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സിംറ്റംസ് എന്താന്ന് നോക്കാം.
സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ്. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമ്പോൾ അതാണ് നമുക്ക് സിംറ്റംസ് ആയിട്ട് വരുന്നത്. പനി, ചുമ, അങ്ങനത്തെ പല പല ബുദ്ധിമുട്ടുകളായിട്ട് പറയുന്നത്. അതാണ് എന്ത്? ഹെൽത്തി സ്റ്റേറ്റിൽ നിന്നുള്ള ആ മാറ്റം. അതിനെയാണ് നമ്മൾ സിംറ്റംസ് എന്ന് പറയുന്നത്. അതായത് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് വൈറ്റൽ ഫോഴ്സ് വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് സിംറ്റംസ് വഴിയാണ് അറിയിക്കുന്നത്. അങ്ങനെയാണ് അത് ഡോക്ടർ അല്ലെങ്കിൽ പേഷ്യന്റ് ആണെങ്കിലും പേഷ്യന്റിന്റെ കൂടെയുള്ളവരാണെങ്കിലും മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി സിംറ്റംസ് എന്താണെന്ന് നമ്മൾ ഹാനിമാൻ ഓർഗൻ ഓഫ് മെഡിസിനിൽ അഫോറിസം 6 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഫോറിസം 9, 10, 11 വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്ത്, ഡെത്ത്, ഡിസീസ് ആൻഡ് ക്യൂർ പറഞ്ഞത്. അപ്പൊ അഫോറിസം നമ്പർ 6 ഹാനിമാൻ ഓർഗൻ ഓഫ് മെഡിസിനിൽ സിംറ്റംസിനെ കുറിച്ച് അതെന്താന്ന് നമുക്ക് നോക്കാം. ഹാനിമാൻ ഇങ്ങനെയാണ് അഫോറിസം 6 സിംറ്റംസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the deviated state from the former healthy state of an individual felt by the patient himself, remarked by those around him and observed by the physician. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ നമുക്കറിയുന്ന സിംറ്റംസ് വഴിയാണ്. നമുക്കറിയുന്നത് പറഞ്ഞാല് പേഷ്യന്റിന് സ്വയം മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവുന്നതും അതുപോലെ ഡോക്ടർക്കാണെങ്കിലും മനസ്സിലാവുന്നത് ഈ സിംറ്റംസ് വഴിയാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അഫോറിസം 6 ഹാനിമാൻ സിംറ്റംസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിംറ്റംസ് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. സിംറ്റോമ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഇനി നമുക്ക് സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് സിംറ്റം. അപ്പൊ കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ ബോണിംഗ്ഹോസനാണ് കേട്ടോ കംപ്ലീറ്റ് സിംറ്റം അല്ലെങ്കിൽ ഗ്രാൻഡ് സിംറ്റം എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്നത് ഡോക്ടർ ബോണിംഗ്ഹോസനാണ്. അപ്പൊ കംപ്ലീറ്റ് സിംറ്റം ആരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാല് ഡോക്ടർ ബോണിംഗ്ഹോസൻ. കംപ്ലീറ്റ് സിംറ്റത്തെ നമ്മൾ ഗ്രാൻഡ് സിംറ്റം എന്നും പറയും. അപ്പൊ കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാല് ഒന്നുമില്ല. അതായത് ഒരു സിംറ്റം എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാണ്, എനിക്ക് മുട്ടുവേദനയായിട്ട് ഒരാൾ വന്നു. മുട്ടുവേദന എവിടെയാണ്? ഏത് മുട്ടിലാണ്? ഇടത് മുട്ടിലാണ് വേദന. ഓക്കെ, എങ്ങനത്തെ വേദന? എനിക്ക് കുത്തിപ്പറിക്കുന്ന പോലെ ഒരു വേദനയാണ്. അല്ലെങ്കിൽ വേദന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെൻസേഷൻ ആണ്. അപ്പൊ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വേദന? ഓക്കെ, അപ്പൊ ഇടത് മുട്ടില്. സെൻസേഷൻ എന്ന് പറഞ്ഞാല് എന്താ? വേദന അല്ലെങ്കിൽ എങ്ങനത്തെ വേദന? ചിലപ്പോൾ കുത്തുന്ന പോലത്തെ വേദനയോ പുകച്ചിലായിരിക്കും. അതാണ് സെൻസേഷൻ. മൊഡാലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ സിംറ്റംസിനെ മോഡിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ. അതായത് വേദന എപ്പോ കൂടുന്നു, കുറയുന്നു, തണുപ്പടിക്കുമ്പോൾ വേദന കൂടും, നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കൂടും. അതാണ് മൊഡാലിറ്റി. ഓക്കെ, പിന്നെ കൺകോമിറ്റൻസ്. ഈ വേദനയുടെ ഒപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മുട്ടുവേദന വരുമ്പോൾ എനിക്ക് എപ്പോഴും വേറെ എന്തെങ്കിലും അതിന്റെ ഒപ്പം വരുന്നുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും പെരുപ്പ് വരുന്നു, തരിപ്പ് വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ ഒപ്പം തന്നെ വരുന്നത്, അതാണ് കൺകോമിറ്റൻസ്. നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു സിംറ്റം എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണമെങ്കിൽ, ഇപ്പൊ മുട്ടുവേദന വന്ന ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ വേണം, എവിടെയാണ്, ഏത് മുട്ടിലാണ്, സെൻസേഷൻ വേണം, എങ്ങനത്തെ വേദനയാണ്. ഓക്കെ, മൊഡാലിറ്റി അതായത് എപ്പോ കൂടും എപ്പോ കുറയും, പിന്നെ കൺകോമിറ്റൻസ്, കൂടെ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ ഇത്രയുമാണ് എന്ത്? കംപ്ലീറ്റ് സിംറ്റം. അപ്പൊ കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാല് ബോണിംഗ്ഹോസനാണ് അത് കണ്ടുപിടിച്ചത്. ഗ്രാൻഡ് സിംറ്റം എന്നും പറയും. കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ സിംറ്റം വിച്ച് ഈസ് ക്ലിയർലി ഡിഫൈൻഡ് ബൈ എലമെന്റ്സ് ഓഫ് ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി ആൻഡ് കൺകോമിറ്റൻസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സബ്ജക്റ്റീവ് സിംറ്റംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താ പറയാ, ഡ്രഗ് പ്രൂവിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ എപ്പോഴും ഡ്രഗ് പ്രൂവിങ് നടത്തേണ്ടത് ആരിലായിരിക്കണം? ഡ്രഗ് പ്രൂവിങ് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. അപ്പൊ ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാണ് നടത്തേണ്ടത് അല്ലെ. എന്തുകൊണ്ടാണ് ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ നടത്തുക പറഞ്ഞേ? നമ്മൾ പറഞ്ഞു അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കേ പറയാൻ പറ്റുള്ളൂ എനിക്ക് എങ്ങനത്തെ വേദന, ഏത് വേദനയാ, എന്താ അനുഭവപ്പെടണേന്നൊക്കെ അല്ലെ. അപ്പൊ സബ്ജക്റ്റീവ് സിംറ്റംസ് തന്നെ എന്താ? പേഷ്യന്റ് പറയുന്ന കാര്യങ്ങളാണ്. അതായത് പേഷ്യന്റിന് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് സിംറ്റംസ്. അപ്പൊ ഹോമിയോപ്പതിയിൽ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ എങ്ങനത്തെ വേദനയാണ്, ഏതുപോലത്തെ വേദനയാണ്, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമില്ലാത്തത്, ഏത് കാലാവസ്ഥയാണ് ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയണം. അപ്പൊ ഇതൊക്കെ ആരാ പറയുന്നത്? നമ്മൾ പേഷ്യന്റ് ആണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ പേഷ്യന്റ് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യന്റിന് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് സിംറ്റംസ്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ്സ് ഡിസയേഴ്സ്, അവേർഷൻസ്, ടെമ്പറമെന്റ്സ് ഓർ ആൾട്ടിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ ആ സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയിൽ, നമ്മൾ ഹോമിയോപ്പതിയിൽ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തന്നെ
സബ്ജക്റ്റീവ് സിംറ്റംസ് ആണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ മരുന്ന് എഴുതുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ സബ്ജക്റ്റീവ് സിംറ്റംസ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സബ്ജക്റ്റീവ് സിംറ്റംസ്. ഇത്ര ഓർത്താൽ മതി. പേഷ്യന്റ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റ് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, പേഷ്യന്റിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് മധുരം ഇഷ്ടമാണ്, ഡിസയർ സ്വീറ്റ്സ്. ഓക്കെ, ബേണിംഗ് ടൈം, കുത്തുന്ന വേദനയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ സബ്ജക്റ്റീവ് സിംറ്റംസ്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് സിംറ്റം പറഞ്ഞു, സബ്ജക്റ്റീവ് സിംറ്റം പറഞ്ഞു. അടുത്തത് ഒബ്ജക്റ്റീവ് സിംറ്റംസ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ് ചെയ്യുന്നത്, ഫിസിഷ്യൻ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റ് കൂടെയുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നത്. പേഷ്യന്റ് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതാണ് ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സയൻസ് എന്നും പറയും. ഓക്കെ, അപ്പൊ നമ്മൾ പേഷ്യന്റ് വേദന പറയണമെങ്കിൽ എന്താ, പേഷ്യന്റ് എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും, പക്ഷെ പേഷ്യന്റ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എനിക്ക് വേദനയുണ്ട് എന്നുള്ളത്. പക്ഷെ മുട്ടിനടുത്ത് നീരുണ്ട് എന്ന് വിചാരിക്കുക, അത് നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് കൂടെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഡോക്ടർക്കാണെങ്കിലും കണ്ടു മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഇപ്പൊ എന്തെങ്കിലും ദേഹത്ത് എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ട്, ഇപ്പൊ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോ കണ്ണിൽ മഞ്ഞയുണ്ട്, അല്ലെങ്കിൽ മുട്ടിന് നീരുണ്ട്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒബ്ജക്റ്റീവ് സിംറ്റംസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോ പനി വരുമ്പോ ടെമ്പറേച്ചർ കൂടി, അല്ലെങ്കിൽ ചുമയും പനിയൊക്കെ വരുമ്പോ ESR കൂടി, അല്ലെങ്കിൽ ജോണ്ടീസ് വരുമ്പോൾ ബിലിറൂബിൻ കൂടി, അങ്ങനത്തെ കാര്യങ്ങളും, അതായത് ലാബ് ഇൻവെസ്റ്റിഗേഷൻസും ഫിസിയോളജിക്കൽ ഫൈൻഡിങ്സും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ക്ലിനിക്കൽ ഫൈൻഡിങ്സും എല്ലാം ഒബ്ജക്റ്റീവ് സിംറ്റംസിൽ ഉൾപ്പെടും. ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ബൈ ഫിസിഷ്യൻ ഓർ അറ്റൻഡൻസ് വിതൗട്ട് ദ എക്സ്പ്രഷൻ ഓഫ് ദ പേഷ്യന്റ്. നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് സിംറ്റംസിനെ സയൻസ് എന്നും പറയും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് സിംറ്റം കഴിഞ്ഞു, കംപ്ലീറ്റ് സിംറ്റം കഴിഞ്ഞു. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് സിംറ്റം. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല്, ഒരാളെ മറ്റുള്ള ആളിൽ നിന്നും, നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറയാം അല്ലെ. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു സവിശേഷത, അതായത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് വളരെ യുണീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു സിംറ്റമാണ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റം. അതായത് എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് ഒരു മെഡിസിനിൽ നിന്നും മറ്റൊരു മെഡിസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അത് ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റം. അതിന് പ്രത്യേകിച്ച് നമുക്ക് പത്തോളജി അങ്ങനെ ഇതൊന്നും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പൾസാറ്റ്ല എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓപ്പൺ എയർ, അതായത് നമ്മൾ ഓപ്പൺ എയർ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. പൾസാറ്റിലേക്ക് ഓപ്പൺ എയർ വളരെ ഇഷ്ടമാണ്. അത് പൾസാറ്റിലയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ആണ്. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ടാവും. അതാണ് എന്ത്, ആ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം, ആ മെഡിസിന്റെ അല്ലെങ്കിൽ ആ ആളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരാളെ ക്യാരക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന സിംറ്റം, പെക്യുലർ സിംറ്റം, അതാണ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റം. അത്ര മനസ്സിലാക്കിയാൽ മതി. അത് ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കോമൺ സിംറ്റംസ്. കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവാം. അതായത് കുറെ പേരിൽ കോമൺ ആയിട്ടുള്ളത്, അതായത് നമുക്കിപ്പോ എന്താ പറയാ, പനി വന്നു അല്ലെ, പനി വരുമ്പോ എല്ലാവരിലും ടെമ്പറേച്ചർ കൂടും അല്ലെ, അല്ലെങ്കിൽ മീസിൽസ് വന്നാൽ ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വരുമ്പോ എല്ലാവർക്കും നമ്മൾ എങ്ങനെ ചിക്കൻ ബോക്സ് ആണ് മനസ്സിലാക്കണം, നമ്മൾ കുറെ പേർക്ക് ചിക്കൻ ബോക്സ് വരുമ്പോഴും ഒരേ ടൈപ്പ് ഓഫ് ഇതാ കാണുന്നത് അല്ലെ, റാഷാ കാണുന്നത്, ആ കുഞ്ഞു കുഞ്ഞു കുളങ്ങളായിട്ട് വെസിക്കിൾസ് ആയിട്ടാ കാണുന്നത് അല്ലെ. അല്ലെങ്കിൽ മീസിൽസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, മീസിൽസിന് കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഈ മണൽ വാരി എറിഞ്ഞ പോലുള്ള റാഷസ് ഉണ്ടാവും. അതാണ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ, ഒരു അസുഖത്തിന് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംറ്റം, അതാണ് കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. ഹാനിമാൻ അതിനെ ജനറൽ സിംറ്റംസ് എന്നും വിളിച്ചു. ഓക്കെ, അത് നമുക്ക് പ്രത്യേകിച്ച് കോമൺ സിംറ്റം ഒന്നും വെച്ചിട്ട് പ്രത്യേകിച്ച് മരുന്നൊന്നും എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ആണ് എപ്പോഴും നമുക്ക് ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ കോമൺ സിംറ്റം കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഇത് ഏത് അസുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മീസിൽസിന്റെ ആ റാഷ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അത് അഞ്ചാമ്പനിയാണ് അല്ലെങ്കിൽ മീസിൽസ് ആണ്. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ചെയ്യരുത്. ഇപ്പൊ ചിക്കൻ ബോക്സ് ആണെങ്കിൽ നമുക്ക് ആ കുളംകുളമായിട്ട് വരുന്ന കാണുമ്പോൾ ആണ് മനസ്സിലാവുക അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് കോമൺ സിംറ്റം. ഇനി അൺകോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ
കോമൺ ആയിട്ടുള്ള പറഞ്ഞാൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്, അസാധാരണമായിട്ട് കാണപ്പെടുന്നത്, അതായത് നമ്മൾ സാധാരണ കാണുന്ന ഒരു സാധനം ഇല്ലാണ്ടിരിക്കുക. അതായത് ഇപ്പൊ നമ്മള് ഈ മീസിൽസിൽ എല്ലാവർക്കും ഒരുവിധം നമ്മൾ റാഷ്, അതായത് മണൽ വാരി എറിഞ്ഞ പോലുള്ള റാഷ് കാണും. അതില്ലാണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താ, അത് സാധാരണ അല്ലല്ലോ, അസാധാരണ അല്ലേ. അപ്പൊ അങ്ങനെ അതായത് കോമൺലി ഒരു അസുഖം വരുമ്പോ കാണുന്നതിൽ നിന്നും അസാധാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ വരുമ്പോ കാണുന്നത് ഇല്ലാണ്ടിരിക്കുമ്പോ അതിനെയാണ് നമ്മൾ അൺകോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്. അതായത് അത് കുറച്ചപ്പോ അൺകോമൺ ആണ്, അസാധാരണമാണ് അല്ലെ, സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അതൊരു പെക്യുലർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ എന്തായാലും പനി വന്നാല് ഉണക്കുണ്ടാവും, ദാഹം കൂടും. ഇപ്പൊ പനി വരുമ്പോ ദാഹം ഇല്ലെങ്കിൽ എന്താ, അതൊരു അൺകോമൺ സിംറ്റം ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ദേഹത്തൊരു പുകച്ചിലുണ്ടെങ്കിൽ സാധാരണ നമുക്ക് എന്താ, തണുത്ത വെള്ളം ഒഴിച്ചാൽ ആ ഒരു ആശ്വാസം കിട്ടുക. നേരെ തിരിച്ചാണ് പേഷ്യന്റ് പറയുന്നത്, എനിക്ക് ബേണിംഗ് സെൻസേഷൻ റിലീവ്ഡ് ബൈ ഹീറ്റ്, ചൂട് വെച്ചാലാണ് ആശ്വാസം കിട്ടുക വെച്ചാൽ അതെന്താ, അതൊരു അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ആസ്മയൊക്കെ, ശ്വാസം മുട്ടലൊക്കെ നമുക്ക് സാധാരണ കൂടുക തണുപ്പ് കാലത്താണ് അല്ലെ. ചൂട് കാലത്ത് കൂടുക എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് അൺകോമൺ സിംറ്റം. ഓക്കെ, അപ്പൊ അതാണ് അൺകോമൺ സിംറ്റംസ്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മൾ സിംറ്റംസും അതിന്റെ ക്ലാസിഫിക്കേഷനും. അപ്പൊ സിംറ്റംസ് എന്താന്ന് പറഞ്ഞു. സിംറ്റംസിനെ കുറിച്ച് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത് ഏതിലാണ്, അഫോർസൺ നമ്പർ 6 ഓക്കെ, അപ്പൊ സിംറ്റംസ് എന്ന് പറഞ്ഞാല് ഗ്രീക്ക് വേർഡ് സിംറ്റോമെന്നാണ് ഡിറൈവ് ചെയ്തത്. ഹെൽത്തി സ്റ്റേറ്റ് എന്നുള്ള എന്തൊരു ചേഞ്ചസിനെയും നമ്മൾ എന്ത് പറയും, സിംറ്റം എന്ന് പറയും. സിംറ്റംസ് വഴിയാണ് നമ്മൾ എന്ത് വൈറ്റൽ ഫോഴ്സ് ഡിറേഞ്ച്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അഫോർസൺ നമ്പർ 6 ഹാനിമാൻ സിംറ്റംസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് the deviated state from the former healthy state of an individual felt by the patient himself, remarked by those around him and observed by the physician. Okay, അപ്പോൾ സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. കംപ്ലീറ്റ് സിംറ്റം എന്തോന്ന് പറഞ്ഞു, കോമൺ സിംറ്റം, അൺകോമൺ സിംറ്റം, ക്യാരക്ടറിസ്റ്റിക് സിംറ്റം, സബ്ജക്റ്റീവ് സിംറ്റം, ഒബ്ജക്റ്റീവ് സിംറ്റം. അപ്പൊ കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്ന ആരാ, ഡോക്ടർ ബോണിംഗ്ഹോസൻ ആണ്. കംപ്ലീറ്റ് സിംറ്റത്തിന്റെ ഗ്രാൻഡ് സിംറ്റം എന്ന് പറയും. പേര് പോലെ തന്നെ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം, ലൊക്കേഷൻ വേണം, സെൻസേഷൻ വേണം, മൊഡാലിറ്റി വേണം, കൺകോമിറ്റൻസ് വേണം. ഇനി സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ ഇഷ്ടാനിഷ്ടങ്ങള്, പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറിലെ വ്യത്യാസങ്ങള്, അതൊക്കെയാണ് സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സബ്ജക്റ്റീവ് സിംറ്റംസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് എക്സ്പ്രസ് ചെയ്യുന്നതല്ലാണ്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് സിംറ്റംസ്, ഓൾസോ നോൺ ആസ് സൈൻസ്. ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സ്വെല്ലിംഗ് ഓഫ് നീ ജോയിന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കളറേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലാബ് ഫൈൻഡിങ്സ്, ESRO CRPO കൂടുന്നതോ, അങ്ങനെ ബിലിറൂബിൻ കൂടുന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരാളെ മറ്റൊരാളിൽ നിന്നും ക്യാരക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്ന സിംറ്റംസ്, അതായത് അയാൾക്ക് പെക്യുലർ ആയിട്ടുള്ള, അയാൾക്ക് അല്ലെങ്കിൽ ആ മെഡിസിന് പെക്യുലർ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത് ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ കോമൺ സിംറ്റംസ് നമ്മളൊരു അസുഖത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് ആ അസുഖത്തിനെ ഡയഗ്നോസ് ചെയ്യാനും ഒക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനിൽ പ്രത്യേകിച്ച് ഹെൽപ്പ് ഒന്നും ചെയ്യുന്നില്ല. കോമൺ സിംറ്റംസിന് എക്സാമ്പിള് മീസിൽസിൽ, ചിക്കൻ ബോക്സിലൊക്കെ റാഷസ് കാണുന്നത്. അൺകോമൺ സിംറ്റംസ് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് കാണാതിരിക്കുമ്പോഴാണ് അതിനെ അൺകോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിള് ആസ്മ സമ്മറിൽ കൂടുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബേണിങ് ഹീറ്റ് വെച്ചിട്ട് അംബ്യുറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫീവറിൽ തേഴ്സ്റ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഓക്കെ, അതാണ് അൺകോമൺ സിംറ്റംസ്. അപ്പൊ സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ വൈറ്റൽ ഫോഴ്സ്, സിംറ്റമറ്റോളജി, ഇത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണോ, അതോ നിങ്ങൾക്ക് ഇത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ കേട്ടോ. ഹലോ, പോയോ? എല്ലാരും ഉറങ്ങിയോ? ഹലോ,
എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ഹലോ മാഡം. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെയാണോ പഠിപ്പിച്ചത്, അതോ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണോ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, വൈറ്റൽ ഫോഴ്സും സിംറ്റമറ്റോളജിയും? ഇങ്ങനെ മതി മാം. ഇങ്ങനെ മതിയോ? ഓക്കെ ഓക്കെ. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പറയണം കേട്ടോ. കുറച്ചുകൂടി എടുക്കണം. ഇപ്പൊ വൈറ്റൽ ഫോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചത്. പക്ഷെ അത് 4.5 കൊല്ലം കൊണ്ടാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞത്. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. കോസസ് ഓഫ് ഡിസീസ്. കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം അല്ലെ? അസുഖത്തിന് കാരണങ്ങൾ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ കോസസ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ കോസ ഒക്കേഷനാലിസ്. പിന്നെ നമ്മൾ എക്സൈറ്റിംഗ് കോസ് എന്താന്ന് നോക്കാം, മെയിൻറ്റെയിനിങ് കോസ് എന്താന്ന് നോക്കാം, ഫണ്ടമെന്റൽ കോസ് എന്താന്ന് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോണേ. കോസ ഒക്കേഷനാലിസ്, അതിന് എക്സൈറ്റിംഗ് കോസ്, മെയിൻറ്റെയിനിങ് കോസ്, ഫണ്ടമെന്റൽ കോസ്. ഓക്കെ. അപ്പൊ കോസ ഒക്കേഷനാലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് ദ ഡിസീസ് അല്ലെ? അതിനെ കുറിച്ച് പറയുന്നത് ഹാനിമാൻ അഫോർസം നമ്പർ 7-ലാണ്. ഞാൻ ഈ പറഞ്ഞ അഫോർസം നമ്പേഴ്സ് ഒക്കെ നോട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്ത് അഫോർസം നമ്പർ 9, വൈറ്റൽ ഫോഴ്സ് ഇൻ ഡെത്ത് അഫോർസം നമ്പർ 10, വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് ആൻഡ് ക്യൂർ അഫോർസം നമ്പർ 11, അതുപോലെ സിംറ്റംസ് അഫോർസം നമ്പർ 6 ആൻഡ് കോസ ഒക്കേഷനാലിസ് അഫോർസം നമ്പർ 7. അപ്പോൾ അഫോർസം നമ്പർ 7-ലാണ് കോസ ഒക്കേഷനാലിസിനെ കുറിച്ച് ഹാനിമാൻ പറയുന്നത്. അപ്പോൾ എക്സൈറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസസിനെയാണ് ഹാനിമാൻ കോസ ഒക്കേഷനാലിസ് എന്ന് പറയുന്നത്. അപ്പൊ കോസ ഒക്കേഷനാലിസ് പറഞ്ഞാൽ കോസ് ഓഫ് ദ ഡിസീസ്, അതായത് അസുഖത്തിന്റെ കാരണം. അത് എക്സൈറ്റിംഗ് ഉണ്ട്, മെയിൻറ്റെയിനിങ് ഉണ്ട്. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നുണ്ടാവുന്ന ഈ അക്യൂട്ട് ഡിസീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, ഇപ്പോ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ആസ്മ ഒരു ക്രോണിക് ഡിസീസാണ്, കുറെ കാലം കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസാണ്. അതിന്റെ തന്നെ അക്യൂട്ട് എക്സാസർബേഷൻ എന്ന് പറയും. അപ്പൊ അതായത് തണുപ്പൊക്കെ വരുമ്പോ കൂടും. അപ്പൊ അങ്ങനെ ക്രോണിക് ഡിസീസിന്റെ അക്യൂട്ട് എക്സാസർബേഷനും ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ചുമയോ ജലദോഷമോ പനിയോ മീസിൽസ് ഒക്കെ വരുന്ന പോലെ അക്യൂട്ടായിട്ട് പെട്ടെന്ന് പോകുന്ന ഡിസീസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണമാകുന്ന കോസുകളാണ് നമ്മൾ എന്ത് എക്സൈറ്റിംഗ് കോസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സൈറ്റിംഗ് കോസ്. പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറഞ്ഞാല് ചില കാരണങ്ങൾ ഉണ്ടാവും, അത് മാറ്റിക്കഴിഞ്ഞാല് അസുഖം മാറും. ചില കാരണങ്ങൾ, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ചില പൊടി അടിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ തുമ്മലും ശ്വാസമുട്ടലൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലുള്ള വീടാണ് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു കാരണമുണ്ട്, ഒരു കോസ് ഉണ്ട്. അപ്പൊ വീട്ടില് പെറ്റ്സ് കാലങ്ങളായിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ റോഡ് സൈഡിൽ വീടുള്ളതുകൊണ്ട് എപ്പോഴും പൊടിയടിച്ചിട്ടാണ് ഈ തുമ്മലും ശ്വാസമുട്ടലും ഒന്നും മാറാത്തെ. അതാണ് അവിടെ ഒരു കോസ്, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോസ് ഉണ്ട്, അസുഖത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോസ്. അതാണ് മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറഞ്ഞാൽ. അത് മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ മരുന്ന് കൊടുക്കും വേണം, ഒപ്പം നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും ഈ ഒരു കാരണം, ഈ പൊടിയടിക്കുന്ന ഒരു ഇത്, ആ ഒരു എക്സ്പോഷർ, ഈ പെറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത് മാറാണ്ട് എത്ര മരുന്ന് കൊടുത്താലും അസുഖം മാറില്ല. ഓക്കെ. അപ്പൊ അതിന് അസുഖത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോഴ്സിനെ നമ്മൾ എന്ത് പറയും? മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറയും. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. അപ്പൊ അതാണ് എക്സൈറ്റിംഗ് കോസും മെയിൻറ്റെയിനിങ് കോസും ഉണ്ട്. ഓക്കെ. എക്സൈറ്റിംഗ് കോസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, പെട്ടെന്ന് മഴ നനഞ്ഞു, പനി വന്നു അല്ലെങ്കിൽ തുമ്മല് വന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഒരു അസുഖം വന്നു, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശ്വാസമുട്ടൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്, പെട്ടെന്ന് തണുപ്പടിച്ചപ്പോൾ ശ്വാസമുട്ടൽ കൂടി. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സൈറ്റിംഗ് കോസ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ എന്തെങ്കിലും പൊടിയടിച്ചിട്ടോ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഒരു അസുഖം ഇങ്ങനെ മാറാണ്ട് നിൽക്കുകയാണ്. അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനും കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറും. അതിനെയാണ് മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അതിനെ നമ്മൾ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്നും പറയും. ഓക്കെ. കോസ ഒക്കേഷനാലിസ്, അതായത് എക്സൈറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസിനെ നമ്മൾ എന്ത് പറയും? ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്ന് പറയും. ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം അല്ലെ? അപ്പൊ അതായത് നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഈ ഒരു കാരണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അസുഖം മാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റണം, എന്നാലേ മെഡിസിൻ കൊടുത്ത് മാറുള്ളൂ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് പറയും? ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്ന് പറയും. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് എക്സാമ്പിൾസ് ആണ്. അത് ഹാനിമാൻ, ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആവില്ല.
മെയിൻറ്റെയിനിങ് കോഴ്സ് സ്യൂഡോ ക്രോണിക് ഡിസീസ് നിങ്ങൾ ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കും. അക്യൂട്ട് ക്രോണിക് കൂടാണ്ട് സ്യൂഡോ ക്രോണിക് അത് നിങ്ങൾക്ക് വേണ്ടി വരില്ല മിക്കവാറും. അതിന് കാരണം ഈ മെയിൻറ്റെയിനിങ് കോഴ്സ് ആണ്. കോഴ്സ് നമ്പർ 75 പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിൾസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൊടിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരാൾ പുകവലിക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പുകയുടെ എക്സ്പോഷർ ഉണ്ട്, അപ്പൊ അയാൾക്ക് എന്ത് മെഡിസിൻ കൊടുത്താലും ചുമ മാറാണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ടുബാക്കോ സ്മോക്ക്, അതാണ് അവിടുത്തെ മെയിൻറ്റെയിനിങ് കോഴ്സ്. അപ്പൊ നമ്മൾ ആ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് കോഴ്സ് അവിടെ ടുബാക്കോ സ്മോക്ക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇതൊന്നും വേണ്ട, ന്യൂട്രിയൻസ് ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും, മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതും ഒരു മെയിൻറ്റെയിനിങ് കോഴ്സ് ആണ്. ഇത് മെയിൻറ്റെയിനിങ് കോഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡിസ്പോസിഷൻ എന്നൊക്കെ പറയും. ഇതുപോലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞ, അതായത് ഈ കോഴ്സ ഒക്കേഷണൽസിനെ കുറിച്ച് പറയുന്ന ഫോഴ്സ് നമ്പർ 7ന്റെ ഫുട് നോട്ടില് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എക്സാമ്പിൾസ് ഹാനിമാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഡിസ്പോസിഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില കാര്യങ്ങളുണ്ട്, അതായത് അവിടെ നമുക്ക് ചില കേസുകളിൽ ചില പ്രത്യേകിച്ച് അസുഖങ്ങളോ അതൊന്നും ഉണ്ടാവില്ല, ചില തടസ്സങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ മാറ്റി കഴിഞ്ഞാൽ എന്താവും, പഴയ പോലെ ആരോഗ്യവാനായിട്ട് വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെയാണ് നമ്മൾ ഇൻഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്ട് ഒരു മെയിൻറ്റെയിനിങ് കോഴ്സ് ഇൻഡിസ്പോസിഷൻ ഇതൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അത് എക്സാമ്പിൾസോട് കൂട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആ ഫോഴ്സ് നമ്പർ 7ല് ഇൻഡിസ്പോസിഷൻ എന്ന് പറഞ്ഞ, സോറി 7 7ന്റെ ഫുട് നോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിസ്പോസിഷൻ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, അതായത് റിമൂവ് ഫ്രം ദ റൂം സ്ട്രോങ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് വിച്ച് ഹാവ് എ ടെൻഡൻസി ടു കോസ് സിൻകോപ്പ് ആൻഡ് ഹിസ്റ്ററിക്കൽ സഫറിങ്സ്. അതായത് ചിലവർക്ക് എന്താ പറയുക, സ്ട്രോങ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് റൂമിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതുള്ള കാരനായിരിക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒരു സിൻകോപ്പൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ അതുമായിട്ട് ഇങ്ങനെ നമ്മളൊരു പേഷ്യന്റ് വരുവാണ്. അപ്പൊ ഈ ഒരു കാരണം മാറ്റാണ്ട് നമുക്ക് അസുഖം മാറില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ആ റൂമിൽ നിന്നും അങ്ങനെയുള്ള ഫ്ലവേഴ്സ് എടുത്ത് മാറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണില് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ അല്ലേ, കണ്ണിന് അസുഖം വരുമ്പോ കണ്ണിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, കണ്ണിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കണ്ണിന് വേദന ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ എന്താണോ കണ്ണിൽ പോയിക്കുന്നത് അതെടുത്ത് മാറ്റണം, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുകയാണ്. ലൂസൻ ദ ഓവർ ടൈറ്റ് ബാൻഡേജ് ഓൺ എ വൂണ്ടഡ് ലിം ദാറ്റ് ത്രെറ്റൻസ് ടു കോസ് മോർട്ടിഫിക്കേഷൻ. അതായത് നമ്മൾ ഇപ്പൊ ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ബാൻഡേജ്, അപ്പോൾ അവിടെ കുറച്ച് പഴുപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓവർ ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ബാൻഡേജ് ലൂസൻ ചെയ്തൊന്ന് വിട്ടാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെ മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാരണം എന്താണോ അത് ജസ്റ്റ് മാറ്റിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്രഷ് ദ വെസിക്കൽ കാൽക്കുലൻസ്, ഇംപോർഫറേറ്റ് ഐനസ് ആയിട്ട് വരുന്ന ഒരു ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇംപോർഫറേറ്റ് ഐനസ് ഒരു കോമൺ കണ്ടീഷനാണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ആ എക്സാമ്പിൾസ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ അത് പഠിച്ചിട്ടില്ല എങ്കിൽ അത് വിട്ടേക്ക് കേട്ടോ. എന്തായാലും ഫോഴ്സ് നമ്പർ 7ന്റെ ഫുട് നോട്ടിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സൈറ്റിംഗ് കോഴ്സ് എന്താണെന്ന് പറഞ്ഞാല്, നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ആയിട്ടുള്ള ഒരു കേസിൽ, അതായത് ആസ്മ പോലുള്ള അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുകൾ കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് തണുപ്പടിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മെന്റലായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ ആസ്മ കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സൈറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും മഴ നനഞ്ഞു പനി വന്നു, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ തണുപ്പടിച്ചു, തണുത്ത എന്തെങ്കിലും കുറിച്ച് ടോൺസിലൈറ്റിസ് വന്നു, അപ്പൊ അങ്ങനെ അസുഖത്തെ എക്സൈറ്റ് ചെയ്യുന്ന കാരണങ്ങളാണ് എക്സൈറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാല്. ഇനി ഫണ്ടമെന്റൽ കോഴ്സ്. അപ്പൊ കോഴ്സ ഒക്കേഷണാലിസ് എന്താന്ന് പറഞ്ഞു, ഫോഴ്സ് നമ്പർ 7ലാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. എക്സൈറ്റിംഗ് കോഴ്സും മെയിൻറ്റെയിനിങ് കോഴ്സും ആണ് കോഴ്സ ഒക്കേഷണാലിസ് എന്ന് പറഞ്ഞാല്. മെയിൻറ്റെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞാല് അസുഖത്തെ മെയിൻറ്റെയിൻ ചെയ്തുപോലെ, ഇപ്പൊ നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എക്സൈറ്റിംഗ് ആണെങ്കിലും മെയിൻറ്റെയിനിങ് ആണെങ്കിലും നമ്മൾ ആ കോഴ്സ് എടുത്ത് മാറ്റണം, എന്നാലേ ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സൈറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസിൽ അല്ലെങ്കിൽ അക്യൂട്ട് ഡിസീസിൽ അസുഖത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എക്സൈറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാല്. ഇനി നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ കോഴ്സ് ആണ്. ഈ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖം പെട്ടെന്ന് കൂടുന്നതിന് കാരണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളതാണ്
എന്ത് എക്സൈറ്റിംഗ് കോസ് എന്ന് പറഞ്ഞാല്. ഇനി ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രോണിക് ഡിസീസുകൾക്ക് കാരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ചില അസുഖങ്ങൾ പെട്ടെന്ന് മാറുന്നതായിട്ട് കാണുന്നില്ല, ഒരുപാട് കാലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ മരുന്ന് കൊടുക്കും, കുറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പൊ അങ്ങനെയാണ് ഹാനിമാൻ എന്ത് കണ്ടുപിടിച്ചത്? മയാസം കണ്ടുപിടിച്ചത്. അതായത് ക്രോണിക് ഡിസീസിന്റെ കാരണം ഈ മയാസമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ മയാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ് ഓഫ് ക്രോണിക് ഡിസീസ്, അതായത് ഫണ്ടമെന്റൽ കോസ്. അതായത് എല്ലാ അസുഖങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാല് എന്ത്? മയാസമാണ്. ഓക്കെ. അപ്പൊ 3 ടൈപ്പ് ക്രോണിക് മയാസം എന്ന് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്: സോറ, സിഫിലിസ് ആൻഡ് സൈക്കോസിസ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. കോസ് ഓഫ് ക്രോണിക് ഡിസീസ് ആണ്. ഓക്കെ. അപ്പൊ എല്ലാ അസുഖങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ മയാസമാണ്. 3 ടൈപ്പ് മയാസം ഉണ്ട്: സോറ, സിഫിലിസ് ആൻഡ് സൈക്കോസിസ്. അപ്പൊ അത്രയേ ഉള്ളൂ കോസ് ഓഫ് ഡിസീസ്. ഇനി അടുത്ത ടോപ്പിക് തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിക് ലോ നമ്മൾ പഠിച്ചു. ഹാനിമാൻ സ്വന്തമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം സിമിലിയ സിമിലിബസ് ക്യുറൻഡർ, CURENTUR, സിമിലിയ സിമിലിയസ് ക്യുറൻഡർ അഥവാ ലോ ഓഫ് സിമിലിയ എന്ന് പറഞ്ഞ ഹോമിയോപ്പതിക് ലോ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നേച്ചേഴ്സ് ലോ ഹോമിയോപ്പതിക് ലോയും വ്യത്യാസമുണ്ട്. സിമിലിയ സിമിലിബസ് ക്യുറാൻഡർ അഥവാ CURENTUR ആണ് നേച്ചേഴ്സ് ലോ. ആ നേച്ചേഴ്സ് ലോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ എന്നാണ് ഹാനിമാൻ എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ ലോ ഓഫ് സിമിലിയ അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ലോ അല്ലെങ്കിൽ സിമിലിയ സിമിലിബസ് ക്യുറൻഡർ കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പോൾ ഈ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ ഒക്കെ എന്താ പണ്ട് തൊട്ടേ, അതായത് ഹിപ്പോക്രാറ്റിക്കിന്റെ പീരീഡ് ആ സമയത്ത് തന്നെ പണ്ട് തൊട്ടേ ഉണ്ടായതാണ് നമ്മുടെ നേച്ചേഴ്സ് ലോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ കേട്ടോ. അപ്പൊ ഹാനിമാൻ അതിൽ നിന്നാണ് നമ്മുടെ ഹോമിയോപ്പതിക് ലോ ഓഫ് ക്യൂർ കണ്ടുപിടിച്ചത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അഫോർസം ഏതാണ്? അഫോർസം നമ്പർ 26 ആണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ അല്ലെങ്കിൽ സിമിലിയ സിമിലിബസ് ക്യുറൻഡർ, അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അഫോർസ് ഏതാണ്? അഫോർസം നമ്പർ 26. അപ്പോൾ ജസ്റ്റ് ആ അഫോർസം നമ്പർ എന്താന്ന് നോക്കാം. അല്ല സോറി, അഫോർസത്തിൽ എന്താണ് പറയുന്നത് നോക്കാം, ലോ എന്താണ് എന്ന് നോക്കാം. അപ്പൊ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ ഇതാണ്: എ വീക്കർ ഡൈനാമിക് അഫെക്ഷൻ ഈസ് പെർമനന്റ്ലി എക്സ്റ്റിംഗ്വിഷ്ഡ് ഇൻ ദ living organism by a stronger one if the later while differing in kind is very similar to the former in its manifestation. അതായത് നമുക്ക് ഇപ്പൊ ചെറിയൊരു അസുഖം വരികയെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ചെറിയൊരു അസുഖം വരികയാണ്, അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലുതായിട്ട് വേറൊരു വലിയ അസുഖം വരികയാണെങ്കിൽ ഇത് രണ്ട് ഏതാണ്ട് സിമിലർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ചെറുത് മാറിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്ത് വലിയ അസുഖം വരും. അതാണ് നേച്ചേഴ്സ് ലോ പറയുന്നത്. ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഹോമിയോപ്പതിക് ലോ കണ്ടുപിടിച്ചത്. ഓക്കെ. ഇത്രേ പറയുന്നുള്ളൂ. ഇതാണ് തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ. ഇതിന് കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസിൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അത് ഒരുപാടുണ്ട്, കൺഫ്യൂസിങ് ആവണ്ടാന്നിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. ഓക്കെ. അതായത് നമ്മളിപ്പോ ഞാൻ എക്സാമ്പിൾ 1-2 പറയാം. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള സ്മെല്ല് വന്നു, എന്തെങ്കിലും ഒരു സ്മെല്ല് അനുഭവപ്പെട്ടു, നമുക്ക് അപ്പൊ അതിനേക്കാളും ചീഞ്ഞ് നാറിയ വേറൊരു മണം വന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്തുണ്ടാവും? ഈ മണം പോയി, പിന്നെ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ആ മണമായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും കേട്ടോ. ഇപ്പൊ അസുഖങ്ങളാണെങ്കിലും അസുഖത്തിന്റെ കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഈ എക്സാമ്പിൾ അല്ല, ഞാൻ എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ മീസിൽസ് വന്നു, ഇപ്പൊ അതിന് പകരം വേറെ സിമിലർ ആയിട്ടുള്ള കൗപോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോ എന്തുണ്ടാവും? മീസിൽസിന്റെ സിംറ്റംസ് ഒന്നും പിന്നെ കാണാണ്ടാവും, പിന്നെ കൗപോക്സ് വന്ന് അതിന്റെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. അങ്ങനെയാണ് ഇതില് അദ്ദേഹം എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാ, ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ. അപ്പോൾ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ സിമിലിയ സിമിലിബസ് ക്യുറാൻഡർ, CURENTUR. അതിന്റെ മീനിങ് ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക്. മറ്റേത് എന്തായിരുന്നു? ലെറ്റ് ലൈഫ് ട്രീറ്റഡ് ബൈ ലൈഫ് എന്നായിരുന്നു നമ്മുടെ ഹോമിയോപ്പതിക് ലോ. അപ്പോൾ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഫോറിസം 26-ലാണ്. എന്താ പറയുന്നത്? എ വീക്കർ ഡൈനാമിക് അഫെക്ഷൻ is permanently extinguished in the living organism by a stronger one
if the later, while differing in kind, is very similar to the former in its manifestation. That is therapeutic law of nature. ഓക്കെ, ഇതിന്നാണ് നമ്മുടെ മാസ്റ്റർ ഹോമിയോപ്പതിക് ലോ അല്ലെങ്കിൽ സിമിലിയ സിമിലിബസ് ക്യുറൻഡർ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞത് വൈറ്റൽ ഫോഴ്സ്, ഇറ്റ്സ് റോൾ ഇൻ ഹെൽത്ത്, ഡിസീസ് ആൻഡ് ക്യൂർ ആയിരുന്നു. അപ്പോൾ അഫോർഡ്സൺ ഓർഗനൺ ഓഫ് മെഡിസിനിൽ അഫോർഡ്സൺ നമ്പർ 9 വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വൈറ്റൽ ഫോഴ്സിന്റെ ക്വാളിറ്റീസും പറയുന്നത് അഫോർഡ്സൺ നമ്പർ 9 എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ഓട്ടോക്രാറ്റിക്, ഓട്ടോണോമിക്, സ്പിരിറ്റ് ലൈക്ക് ഫോഴ്സ്, അൺഇന്റലിജന്റ്, ഡൈനാമിക്, ഇൻസ്റ്റിങ്റ്റീവ് ആൻഡ് ലൈഫ് പ്രിസർവിംഗ് പവർ. ഓക്കെ, ഇതൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് വൈറ്റൽ ഫോഴ്സ്. ഇതൊക്കെ പറയുന്നത് അഫോർഡ്സൺ നമ്പർ 9 ഓർത്തിരിക്കുക. അഫോർഡ്സൺ നമ്പർ 10 വൈറ്റൽ ഫോഴ്സ് ഇൻ ഡെത്ത് ആണ് പറയുന്നത്. അഫോർഡ്സൺ നമ്പർ 11 വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ്, അതെങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നത് എന്നുമാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ സിംറ്റമറ്റോളജിയാണ്. എന്താണ് സിംറ്റംസ് എന്ന് പറഞ്ഞു. സിംറ്റോമ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സിംറ്റംസ് എന്ന് പറഞ്ഞ വാക്ക് ഡിറൈവ് ചെയ്തത്. പിന്നെ എന്താ സിംറ്റംസിനെ കുറിച്ച് പറയുന്നത് അഫോർഡ്സൺ നമ്പർ 6 സിംറ്റംസ് വഴിയാണ് നമ്മൾ വൈറ്റൽ ഫോഴ്സിന് എന്തെങ്കിലും ഡിറേഞ്ച്മെന്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ഹെൽത്തി സ്റ്റേറ്റിൽ നിന്ന് ഡിറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് സിംറ്റംസ് വഴിയാണ്. അത് പേഷ്യന്റ് ഫീൽ ചെയ്യും, ബൈസ്റ്റാൻഡേഴ്സും അതുപോലെ ഫിസിഷ്യനും ഒബ്സർവ് ചെയ്യും. അതാണ് അഫോർഡ്സൺ നമ്പർ 6 പറയുന്നത്. സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. കംപ്ലീറ്റ് സിംറ്റം, കോമൺ സിംറ്റം, അൺകോമൺ സിംറ്റം, ക്യാരക്ടറിസ്റ്റിക് സിംറ്റം, പിന്നെ എന്തായാലും സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് സിംറ്റംസ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സിംറ്റം അല്ലെങ്കിൽ ഗ്രാൻഡ് സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞത് ബോണിംഗ്ഹോസനാണ്, ഡോക്ടർ ബോണിംഗ്ഹോസനാണ്. കംപ്ലീറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ സിംറ്റംസ് വിത്ത് ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി ആൻഡ് കൺകോമിറ്റൻസ്. പിന്നെ സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് സിംറ്റംസ്. അതിനാണ് ഹോമിയോപ്പതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്, പ്രിസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതും. പിന്നെ ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് എക്സ്പ്രസ് ചെയ്യേണ്ട നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഒബ്ജക്റ്റീവ് സിംറ്റംസ് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വെല്ലിംഗ് ഓഫ് നീ, എന്തെങ്കിലും ഡിസ്കളറേഷൻ, ലാബ് ഫൈൻഡിങ്സ്, അതിനെയൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയും. ഇതിന് ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനിൽ വലിയ റോളൊന്നുമില്ല. പിന്നെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം, ഇതാണ് ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെക്യുലർ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എന്ന് പറഞ്ഞത്. അത് പത്തോളജി എന്ന് വെച്ച് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മെഡിസിൻ ഒക്കെ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ആണ്. കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന, അതായത് നമ്മൾ മീസിൽസും ചിക്കൻ ബോക്സിലൊക്കെ റാഷസ് കാണുന്നു, അതുപോലെ കൊളറയിലൊക്കെ ലൂസ് ആയിട്ടുള്ള റൈസ് വാട്ടർ സ്റ്റൂൾസ് കാണുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ കോമൺ സിംറ്റംസ് നമ്മൾ എന്ത് അസുഖമാണ് എന്ന് ഡയഗ്നോസ് ചെയ്യും, എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുമാണ് കോമൺ സിംറ്റംസ് ഹെൽപ്പ് ചെയ്യുന്നത്. അൺകോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് കാണാണ്ടിരിക്കുമ്പോൾ, ഓക്കെ, അതിനെയാണ് അൺകോമൺ, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് കാണുമ്പോൾ അതിനെയാണ് നമ്മൾ അൺകോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഫീവറിൽ തേഴ്സ്റ്റ് ഇല്ലാണ്ട് വരിക, അതുപോലെ ബേണിംഗ് സെൻസേഷൻ റിലീവ്ഡ് ബൈ ഹീറ്റ്, അതുപോലെ ആസ്മ അഗ്രവേറ്റഡ് ഇൻ സമ്മർ വെതർ. ഓക്കെ, ഇത് പെക്യുലർ സിംറ്റംസ് ആണ്, അൺകോമൺ സിംറ്റംസ് ആണ്. അപ്പോൾ സിംറ്റമറ്റോളജി കഴിഞ്ഞു. ഇനി കോസസ് ഓഫ് ഡിസീസ്. അപ്പോൾ കോസ് ഒക്കേഷനാലിസ് എന്ന് ഹാനിമാൻ പറയുന്നത് അഫോർഡ്സൺ നമ്പർ 7 അത് ഓർത്തിരിക്കുക. കോസ് ഒക്കേഷനാലിസ് എന്ന് പറഞ്ഞാൽ ഹാനിമാൻ എന്താ പറയുന്നത്, എക്സൈറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ് ആണ്. അതിനെ നമ്മൾ എന്ത് പറയും, ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്ന് പറയും, അല്ലെ. അതിനെ എടുത്തു മാറ്റിയാൽ നമുക്ക് എന്ത് ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സൈറ്റിംഗ് കോസ് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു, മെയിൻറ്റെയിനിങ് കോസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. മറ്റേ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ചുമയുണ്ടാവുന്നു, അപ്പോൾ സ്മോക്കിംഗ് അവിടെ ഒരു മെയിൻറ്റെയിനിങ് കോസ് ആണ്. അങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ അഫോർഡ്സൺ നമ്പർ 7 ഫുട് നോട്ടിൽ ഇൻഡിസ്പോസിഷൻ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് കോസ് എന്നല്ല, അവിടെ ഇൻഡിസ്പോസിഷൻ എന്ന് തന്നെയാണ് ഹാൻഡ്മാൻ പറയുന്നത്. അപ്പൊ മെയിൻറ്റെയിനിങ് കോസ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ മെൻഷൻ ചെയ്തു. പിന്നെ എക്സൈറ്റിംഗ് കോസ് എന്താണെന്ന് പറഞ്ഞു. ഒരസുഖത്തിനെ എക്സൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആസ്മ തണുപ്പാവുമ്പോൾ കൂടും, മഴ നനഞ്ഞു തുമ്മൽ വന്നു, അല്ലെങ്കിൽ പനി വന്നു, അല്ലെങ്കിൽ തണുത്തത് കഴിച്ച് ടോൺസിലൈറ്റിസ് വന്നു, അങ്ങനെ അസുഖത്തെ എക്സൈറ്റ് ചെയ്യുന്നതാണ് എന്ത് എക്സൈറ്റിംഗ് കോസസ്. പിന്നെ ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ അസുഖങ്ങളുടെയും യഥാർത്ഥ കോസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ കോസ് ആണ്. അതായത് മയാസം എന്ന് പറയും, ക്രോണിക് ഡിസീസിന്റെ കോസ് ആണ് എന്ത് ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ. ഫണ്ടമെന്റൽ കോസിനെ ഹാൻഡ്മാൻ 3 ആയിട്ടാണ്
ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ടൈപ്പ് ഓഫ് ക്രോണിക് മയാസിൻസ് ആണുള്ളത്, സോറ, സിഫിലിസ് ആൻഡ് സൈക്കോസിസ്. പിന്നെ അടുത്തത് തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ. തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ ഹനുമാൻ പറഞ്ഞിരിക്കുന്നത് അഫോറിസം നമ്പർ 26 ഓക്കെ. അപ്പോൾ തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ സിമിലിയ, സിമിലിബസ്, ക്യൂറാൻഡർ ആണ്. ക്യൂറൻഡർ അല്ല, CURANTUR, ക്യൂറാൻഡർ ആണ്. അതിന്റെ മീനിങ് ലൈഫ് ക്യൂവേഴ്സ് ലൈഫ്. അപ്പോൾ അതിന് ആ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് വീക്ക് ഡൈനാമിക് എഫക്ഷൻ ഈസ് പെർമനന്റ്ലി എക്സ്റ്റിംഗ്വിഷ്ഡ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം ബൈ എ സ്ട്രോങ്ങർ വൺ if the later is very similar to the former in its manifestation. That is therapeutic law of nature or nature's law. Okay.